എൻ്റെ വീട് ഇടുക്കി ജില്ലയിലെ തൊടുപുഴയിലാണ്. വീട്ടിൽ അച്ഛൻ, അമ്മ, അനിയൻ എന്നിവരുണ്ട്. ഞാൻ ബിടെക് കഴിഞ്ഞിട്ട് ലോക്ക്ഡൗണിൻ്റെ സമയത്ത് ചുമ്മാ ഇരിക്കുമ്പോഴാണ് എൻ്റെ കസിൻ വഴി വാട്സപ്പ് ഗ്രൂപ്പ് വഴിയാണ് ഞാൻ ഇങ്ങനെ ഒരു കോഴ്സിനെ കുറിച്ച് അറിയുന്നത്. കേരള ഗവൺമെൻറ് IT ഡിപ്പാർട്ട്മെൻറ്റ് വഴി ST സ്റ്റുഡൻസിന് വേണ്ടിയിട്ട് ഫ്രീ ആയിട്ട് ഗ്രാഫിക്സ് ആൻഡ് വെബ് ഡിസൈനിങ് കോഴ്സ് ചെയ്യുന്നുണ്ട് എന്നറിഞ്ഞത്. അങ്ങനെ ഞാനിവിടെ AMD പാലക്കാടുമായിട്ട് കോൺടാക്ട് ചെയ്തു. ക്ലാസ് തുടങ്ങുമെന്ന് അറിഞ്ഞു. അതിലാണ് പറഞ്ഞ സർട്ടിഫിക്കറ്റ് ഒക്കെ ആയിട്ട് ജോയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് വന്നത്. നല്ലൊരു അനുഭവമായിരുന്നു, നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു ഇവിടുന്ന് ലഭിച്ചത്. ഒരുപാട് സെൽഫ് ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. ഇവിടുന്ന് ഇപ്പം ടെക്നിക്കൽ സ്കില്ലിൻ്റെ കാര്യത്തിലാണെങ്കിലും അല്ലാണ്ട് സബ്ജക്റ്റ് വൈസ് ആണെങ്കിലും വളരെ ഹെൽപ്ഫുള്ളായിരുന്നു. ഇവിടെ 4 സബ്ജക്ട്സാണ് മെയിനായിട്ടുണ്ടായിരുന്നത്. ഗ്രാഫിക്സ് ഡിസൈനിങ്ങും വെബ് ഡിസൈനിങ്, ഫോട്ടോഗ്രാഫി ആൻഡ് സോഫ്റ്റ് സ്കിൽ. 4ലും തിയറി ക്ലാസ്സസും ഉണ്ടായിരുന്നു, പ്രാക്ടിക്കൽ ക്ലാസ്സസും ഉണ്ടായിരുന്നു, പ്രോജക്ട്സ് ഉണ്ടായിരുന്നു. എല്ലാം സെൽഫ് ഇമ്പ്രൂവ്മെൻറ്റിനും അതിലുള്ള സബ്ജക്റ്റിലുള്ള ഞങ്ങളുടെ നോളജ് ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് വളരെയധികം ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. വളരെ നല്ല ലാബ് ഫെസിലിറ്റീസ് ആയിരുന്നു. ഫാക്കൽറ്റീസൊക്കെ വളരെ സപ്പോർട്ടീവായിരുന്നു. അതുപോലെ ഫുഡ് ആൻഡ് അക്കോമഡേഷൻ എല്ലാം ഫ്രീ ആയിരുന്നു. നല്ല ഫുഡും നല്ല താമസമൊക്കെ ആയിരുന്നു പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഒരുപാട് ആൾക്കാരെ പരിചയപ്പെടാനുള്ള അവസരം ഉണ്ടായി. പല സ്ഥലത്തു നിന്ന് വന്ന ഒരുപാട് സ്റ്റുഡൻസ് ഉണ്ടായിരുന്നു. എല്ലാവരും ഒരു ഫാമിലി പോലെ ആയിരുന്നു. വളരെ സപ്പോർട്ടീവായിരുന്നു. അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാ കാര്യത്തിനും വളരെ സപ്പോർട്ടീവും. അതുപോലെ തന്നെ എല്ലാം ഒരു ഫ്രണ്ട്സ് എന്നതിലുപരി കഴിഞ്ഞ 6 മാസക്കാലം ഞങ്ങളൊരു കുടുംബം പോലെ തന്നെ. 6 മാസത്തെ ഇവിടുത്തെ ക്ലാസ്സിന് ശേഷം എനിക്ക് ക്യാമ്പസ് പ്ലേസ്മെൻറ്റ് വഴി സൈബർ പാർക്ക് കോഴിക്കോടുള്ള ഒരു സാപ്ലിംഗ് ക്രിയേഷൻസ് എന്ന് പറഞ്ഞൊരു കമ്പനിയിൽ ജോലി കിട്ടിയിട്ടുണ്ട്. ഞാനവിടെ ജോയിൻ ചെയ്തു. വളരെ നല്ല കമ്പനിയാണ്. ഇപ്പം ലൈഫൊക്കെ സെറ്റിലാണ്. ഇത്ര ഒരു അവസരം എനിക്ക് ഉണ്ടാക്കി തന്ന കേരള ഗവൺമെൻറ്റിനും ST ഡിപ്പാർട്ട്മെൻറ്റിനും പിന്നെ AMD പാലക്കാടിനും എൻ്റെ നന്ദി അറിയിക്കുന്നു. താങ്ക്സ്.